പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എന്നെ ശ്രവിക്കുന്ന സഹോദരങ്ങളെ എല്ലാവരും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. ഈ വോയിസ് റൈഡ് BNB OPBNBയിലുള്ള നെറ്റ്വർക്കിൽ വർക്ക് ചെയ്യുന്ന റൈഡ് BNBയെ കുറിച്ചാണ് ഒരു ചെറിയ വോയിസ് ഇടുന്നത്. അപ്പോൾ സഹോദരങ്ങളെ, ഈ വോയിസിൻ്റെ വീഡിയോ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക, മറ്റുള്ളവരുമായിട്ടൊന്ന് പങ്കുവയ്ക്കുക. അനേകർ എന്നെ ഫോൺ വിളിക്കുന്നുണ്ട്. ഇവരാരും എൻ്റെ കൂടെ ജോയിൻ ചെയ്ത ആരല്ല, മറിച്ച് അനേകം വ്യക്തികൾ എന്നെ ഫോൺ വിളിക്കുന്നുണ്ട്. കാരണം ഇതിൻ്റെ അപ്ഡേഷനുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങളാണ് പല വ്യക്തികളും ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നൽകുന്നത്. അതുകൊണ്ട് OPBNBയിൽ റൈഡ് BNB എന്ന പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്തവരും ഇനി ജോയിൻ ചെയ്യാനിരിക്കുന്നവരുമായ നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ അയൽക്കാരോ ഒക്കെ അവർക്കുമായിട്ടൊന്ന് ഷെയർ ചെയ്യുക. ഇത് നമ്മുടെ സോഷ്യൽ മീഡിയ വാട്സപ്പ് ഫേസ്ബുക്ക് വഴി നമ്മളൊന്ന് മറ്റുള്ളവരുമായിട്ടൊന്ന് പങ്കുവയ്ക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഒന്ന് പങ്കുവയ്ക്കുക. ആരെങ്കിലും ജോയിൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ജോയിൻ ചെയ്യട്ടെ. ഇപ്പോഴുള്ള അപ്ഡേഷനും വ്യക്തമായിട്ട് അവരൊന്ന് അറിയട്ടെ. സോ ഇതിനകത്ത് ഇപ്പോൾ നമ്മളെല്ലാവരും ലോഗിൻ ചെയ്ത് റൈഡ് BNBയിൽ ടോക്കൺ പോക്കറ്റിലൂടെ ലോഗിൻ ചെയ്ത് നമ്മുടെ ഡാഷ്ബോർഡ് എടുക്കുമ്പോൾ അവിടെ ഒരു ഇമ്പോർട്ടൻ്റ് മെസ്സേജ് വരുന്നുണ്ട്, ഇമ്പോർട്ടൻ്റ് ഇൻഫർമേഷൻ. ആ ഇമ്പോർട്ടൻ്റ് ഇൻഫർമേഷൻ്റെ ഫയലിൽ ഏറ്റവും താഴെ 2 കോളത്തിലായിട്ട് ഒന്നാമത്തെ കോളത്തിൽ റൈഡ് BNB 1.0 എന്നും രണ്ടാമത്തെ കോളത്തിൽ റൈഡ് BNB 2.0 എന്നും നമുക്ക് കാണാം. ഇതിൽ രണ്ടും നമുക്ക് വർക്ക് ചെയ്യാം. അതിൽ ഉള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ റൈഡ് BNB 1.0 എന്നത് പഴയ വേർഷനാണ്. ഈ പഴയ വേർഷനിൽ നമുക്ക് അതിനകത്ത് 10, 11, 12 ലെവലിൽ എത്തിയവർക്ക് റോയൽറ്റി ലഭിച്ചിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ 19-ാം തീയതി മുതൽ അതിനകത്ത് ഇനി റോയൽറ്റി ഉണ്ടാകുന്നതല്ല. റോയൽറ്റി 10, 11, 12 സ്റ്റേജിലുള്ളവർക്ക് നല്ല എമൗണ്ടുകളാണ് റോയൽറ്റി എമൗണ്ടായിട്ട് ഇതിൽ ജോയിൻ ചെയ്ത 3-4 മാസങ്ങൾക്ക് മുൻപ് ജോയിൻ ചെയ്ത് ഈ 10, 11, 12 സ്റ്റെപ്പിലെത്തിയവർക്കെല്ലാം നല്ല എമൗണ്ടുകൾ റോയൽറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി 1.0 എന്ന വേർഷനിൽ റോയൽറ്റി കിട്ടുകയില്ല. ഇപ്പോഴും അത് വർക്കിങ്ങിലാണ്. നമ്മളതിൽ എല്ലാവരും ഇപ്പോൾ റോയൽറ്റി ആവശ്യമുള്ള എല്ലാവരും അതിൽ ലോഗിൻ ചെയ്ത് ഡാഷ്ബോർഡിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ഇൻഫർമേഷൻ എന്ന പേജിൽ ഏറ്റവും താഴെ റൈഡ് BNB 1.0 എന്നും രണ്ടാമത്തതിൽ 2.0 എന്നും കാണുമ്പോൾ നിങ്ങൾ റോയൽറ്റി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് 10, 11, 12 ലെവലിലെത്തുമ്പോൾ അതിപ്പോഴല്ല, പതുക്കെയല്ല, പക്ഷേ അതിൽ നല്ല എമൗണ്ടുകളാണ് വരുന്നത് എന്ന് ഓർത്തുകൊള്ളുക. ഓക്കെ, അത് വെറും തുച്ഛമായിട്ട് ആരും കരുതരുത്. പിന്നീട് ദുഃഖിച്ചിട്ട് കഥയില്ല. അപ്പോൾ അതിൽ രണ്ടാമത്തെ ഓപ്ഷനായ റൈഡ് BNB 2.0 എന്നതിൽ പ്രസ് ചെയ്യണം. പ്രസ് ചെയ്യുമ്പോൾ ഡാറ്റ മൈഗ്രേറ്റിംഗ് എന്ന് കാണാൻ പറ്റും. ഡാറ്റ മൈഗ്രേറ്റിംഗ് അതിന് താഴെ ഒരു അതിങ്ങനെ കറങ്ങിക്കൊണ്ട് നിൽക്കും. ഒരു 5 സെക്കൻഡോ 6 സെക്കൻഡോ വെയിറ്റ് ചെയ്യണം. അപ്പോൾ വെയിറ്റ് ചെയ്യുമ്പോൾ അവിടെ ക്ലോസ് എന്ന് വരും. ആ ക്ലോസിൽ ടച്ച് ചെയ്യണം. അങ്ങനെ നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ നമ്മുടെ 1.0 എന്ന പഴയ വേർഷൻ 2.0 എന്ന പുതിയ വേർഷനിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ 2.0 എന്നതിൽ ടച്ച് ചെയ്ത് ക്ലോസ് ചെയ്യുന്നവർക്ക് ഇനി ജനുവരി 15-ാം തീയതി വരെ അതിൽ കയറുവാൻ പറ്റുകയില്ല. ജനുവരി 15 വരെയാണ് കമ്പനിയുടെ പഴയ വേർഷനായ 1.0 നിന്ന് പുതിയ വേർഷനായ 2.0 വേർഷനിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നത്. പലരും ചോദിക്കുന്നത് ഈ മൈഗ്രേറ്റിംഗ് എന്താണെന്നൊക്കെയാണ് ചില വ്യക്തികൾ ചോദിക്കുന്നത്. നമ്മളെല്ലാം ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു. അതായത് ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് കുടിയേറി പാർക്കുന്നതിനെ മൈഗ്രേറ്റ് എന്ന് പറയും. അതുപോലെ തന്നെയാണ് സഹോദരങ്ങളെ മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പഴയ വേർഷനിൽ നിന്ന് പുതിയ വേർഷനിലേക്ക് കംപ്ലീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ് മൈഗ്രേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ OPBNB വർക്കായിരുന്നത് 1.0 എന്ന വേർഷനിലാണ്. ഈ വേർഷനും തുടർന്നും ഉണ്ടാകും. പക്ഷേ അതിനകത്ത് ഇനി ഈ 19-ാം തീയതി മുതൽ അതിൽ കണ്ടിന്യൂ വർക്ക് ചെയ്യുന്നവർക്ക് റോയൽറ്റി കിട്ടുകയില്ല. അപ്പോൾ ഞാൻ ഇന്നലെ വാട്സപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് വിട്ടിരുന്നു. അതിലെല്ലാവരും റൈഡ് BNB 2.0 എന്ന വേർഷനിലാണ് ടെസ്റ്റ് ചെയ്ത് ഡാറ്റ മൈഗ്രേറ്റിംഗ് വരുമ്പോൾ അതിൽ ക്ലോസ് എന്ന് വരും. ആ ക്ലോസിൽ ടച്ച് ചെയ്യണം. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ളവർക്ക് ജനുവരി 15-ാം തീയതി വരെ അതിൽ കയറുവാൻ പറ്റുകയില്ല. അടുത്ത ഇൻഫർമേഷൻ കമ്പനിയിൽ നിന്ന് കിട്ടുന്നതുവരെ അപ്ഡേഷൻ കംപ്ലീറ്റ് മൈഗ്രേറ്റിംഗ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ജോയിൻ ചെയ്യും അതിൽ കയറുവാൻ പറ്റുകയുള്ളൂ. പുതിയ രജിസ്ട്രേഷനും പറ്റുകയുള്ളൂ.
അതുപോലെ അപ്ഗ്രേഡും പറ്റുകയുള്ളൂ. 2.0 വേർഷനിലുള്ളവർക്കാണ് പറയുന്നത്. അതേസമയം 1.0 വേർഷനിലാണ് നിങ്ങൾ ടച്ച് ചെയ്താൽ നിങ്ങൾക്ക് വീണ്ടും പുതിയ ആൾക്കാരെ ചേർക്കാൻ പറ്റും, അതിനകത്ത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഓർത്തിരിക്കണം, അവർക്ക് റോയൽറ്റി ഫണ്ട് എമൗണ്ട് കിട്ടുകയില്ല. ചില വ്യക്തികളൊക്കെ ഈ റോയൽറ്റി ഫണ്ടിനെ നിസ്സാരമായിട്ടാണ് കരുതുന്നത്. അങ്ങനെ നിസ്സാരമായിട്ട് കരുതേണ്ട, വെറും നിസ്സാര എമൗണ്ടൊന്നും അല്ല ഈ റോയൽറ്റിയിൽ കയറി വരുന്നവർക്ക് കിട്ടുന്നത്. ഓക്കെ, നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു എമൗണ്ടാണ് റോയൽറ്റിയിലോ കിട്ടുന്നത്. അതുകൊണ്ട് നമ്മൾ 2.0 വേർഷനിൽ ടച്ച് ചെയ്തിട്ട് നമ്മൾ ഡാറ്റ മൈഗ്രേറ്റിംഗ് എന്ന് വരുമ്പോൾ അവിടെ ഒരു കറങ്ങിക്കൊണ്ട് നിൽക്കും. കറക്കം തീരുമ്പോൾ അവിടെ ക്ലോസ് എന്ന് വരും. ക്ലോസ് ടച്ച് ചെയ്യുമ്പോൾ നമ്മുടെ 1.0 വേർഷൻ നമ്മുടെ ഡാറ്റ മൈഗ്രേറ്റിലേക്ക് ചെയ്യുവാനുള്ള നമ്മൾ വില്ലിംഗ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അത് ജനുവരി 15 മുതൽ അങ്ങനെ ചെയ്യുന്നവർക്കും ഇനി ജനുവരി 15 ശേഷം ജോയിൻ ചെയ്യുന്നവർക്കും 2.0 എന്ന പുതിയ വേർഷനിലായിരിക്കും OP-BNB, അതായത് റൈഡ് BNB വർക്കാവുന്നത്. അതിൽ കയറുന്നവർക്കും നമുക്ക് റോയൽറ്റി കിട്ടും. ഓക്കെ, ഇപ്പോൾ ഈ ഉള്ള 2 ഓപ്ഷനിലും പഴയ ഓപ്ഷനിൽ ഇനി 19-ാം തീയതിക്ക് ശേഷം റോയൽറ്റി ഉണ്ടായിരിക്കുന്നതല്ല, 2.0 വേർഷനിലായിരിക്കും റോയൽറ്റി ലഭിക്കുന്നത്. അപ്പോൾ സമയങ്ങളെ എല്ലാവരും നമ്മുടെ ജോയിൻ ചെയ്ത് ഇതിനകത്ത് നമ്മൾ ജോയിൻ ചെയ്തിട്ട് ഓരോ അക്കൗണ്ടിലും 2 അക്കൗണ്ട് മസ്റ്റാണ്, 2 റഫറൽ മസ്റ്റാണ്. എങ്കിൽ മാത്രമേ നമുക്ക് വരുമാനം വരികയുള്ളൂ. ചില വ്യക്തികൾ ഒരു അക്കൗണ്ട് എടുത്തിട്ട് അതിൻ്റെ കീഴിൽ അവർ തന്നെ 2 അക്കൗണ്ട് എടുത്തിട്ട് കാത്തിരിക്കുകയാണ്. സമയങ്ങളെ അവർക്ക് പിന്നീട് വരുമാനം വരില്ല. വരുമാനം വരണമെങ്കിൽ വീണ്ടും എടുത്ത 2 അക്കൗണ്ടിൽ ഓരോ അക്കൗണ്ടിലും 2 വീതം അങ്ങനെ 4 അക്കൗണ്ടുകൾ കയറിയാൽ മാത്രമേ നമുക്ക് വരുമാനം വരികയുള്ളൂ. അവർ വീണ്ടും ചെയ്തു പോകണം. ഈ 12-ാമത്തെ ലെവലൊക്കെ വരുമ്പോഴാണ് നമുക്കും 12-ാമത്തെ ലെവലിൽ നിന്നുള്ള വരുമാനം ലഭിക്കുന്നത്. പുതിയ വേർഷനിൽ 2.0-ൽ 12 ലെവലിൽ കൂടുതൽ ലെവലുകളിൽ നിന്ന് വരുമാനം ലഭിക്കുമെന്നും റോയൽറ്റി കൂടുതൽ ലഭിക്കുമെന്നുമൊക്കെ ഒരു സൂചനയുണ്ട്. അത് വ്യക്തമല്ല. കമ്പനിയിൽ നിന്ന് വ്യക്തമായ മെസ്സേജുകൾ കിട്ടിക്കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ മീറ്റിങ്ങുകളൊക്കെ നടക്കും, ഇംഗ്ലീഷ് ഭാഷയിലായിരിക്കും. അങ്ങനെ ഇൻ്റർനാഷണൽ മീറ്റിങ്ങിലൊക്കെ അത് മെസ്സേജ് കിട്ടിയാൽ പുതിയ അപ്ഡേഷൻ വരുമ്പോൾ പോൾ കുമ്പളം എന്ന ഈ യൂട്യൂബിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒരുപാട് പേർക്ക് ഇംഗ്ലീഷ് അറിയില്ല, പിന്നെ ഹിന്ദി മീറ്റിങ്ങിലുമൊക്കെ ഉണ്ട് ഇന്ത്യൻ ലെവലിൽ, അതുമൊക്കെ കേട്ടിട്ട് അതിൻ്റെ പുതിയ അപ്ഡേഷൻസ് ആയിരിക്കും ഞാൻ ഇപ്പോൾ കുമ്പളം എന്ന യൂട്യൂബിൽ കൊടുക്കുക. നിങ്ങൾ യൂട്യൂബ് വീഡിയോ ഒന്ന് വാച്ച് ചെയ്യുക. അതോടൊപ്പം സോറിലെ ഈ വീഡിയോ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. അനേകർക്ക് ഈ അപ്ഡേഷൻസ് അറിയത്തില്ല. പല വ്യക്തികൾക്കും 1.0 എന്തുവാണെന്നും 2.0 എന്തുവാണെന്നും പലർക്കും അറിയില്ല. പലരും എന്നെ ഫോൺ വിളിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരോടും പറയുവാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ചിലരോട് ഞാൻ പറയാറുണ്ട്, നിങ്ങൾ നിങ്ങളുടെ അപ്ലൈനുമായിട്ട് തന്നെ കോൺടാക്റ്റ് ചെയ്യുക. കാരണം എല്ലാവർക്കും മെസ്സേജുകൾ അവരുടെ അപ്ലൈൻ വഴിയാണ് കിട്ടുന്നത്. ഞാനും എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവർക്കും മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. അനേകം വ്യക്തികൾ എൻ്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അവർക്കെല്ലാം വാട്സപ്പ് ഗ്രൂപ്പിൽ മെസ്സേജും കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ലീഡറുമായിട്ടാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടത്. അവർക്ക് എല്ലാ അപ്ഡേഷൻസും കിട്ടും. അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ ചില വ്യക്തികൾ പറയും ഞങ്ങളുടെ അപ്ലൈൻ ഒന്നും അറിയില്ല, അതിനൊന്നും മറ്റാരും ഉത്തരവാദികളല്ല. ഓക്കെ സമയങ്ങളെ, അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ജനുവരി 15-ാം തീയതി വരെ ഇനി 2.0 വേർഷനിൽ ടച്ച് ചെയ്ത് ഡാറ്റ മൈഗ്രേറ്റിംഗിൽ ക്ലോസ് ചെയ്തവർക്ക് ഇനി ജനുവരി 15-ന് ശേഷം മാത്രമേ അക്കൗണ്ടിൽ കയറുവാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ജനുവരി 15 ഇനി അതിന് മുൻപാണോ അതിന് ശേഷം വീണ്ടും നീണ്ടുപോകുമോ ഇല്ലയോ എന്ന് വ്യക്തതയല്ല. ജനുവരി 15 കമ്പനി നൽകിയിരിക്കുന്ന ഡേറ്റ്. അപ്പോൾ നമ്മൾ ആ ഡാറ്റ മൈഗ്രേഷനിൽ തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട് ജനുവരി 15. അപ്പോൾ ജനുവരി 15-ന് ശേഷമായിരിക്കാം നമുക്കിനി റൈഡ് BNB 2.0 എന്ന വേർഷനിൽ നമുക്ക് ലോഗിൻ ചെയ്യുവാൻ പറ്റുക. ലോഗിൻ ചെയ്യുകയും മറ്റുള്ളവരെ രജിസ്റ്റർ ചെയ്യുവാനും അതുപോലെ അപ്ഗ്രേഡ് ചെയ്യുവാനുമൊക്കെ നമുക്ക് അതിന് ശേഷമായിരിക്കും സാധിക്കുക. അപ്പോൾ ജനുവരി 15 വരെ മറ്റുള്ളവരെ കൂടി തയ്യാറാക്കി നിർത്തുക. ജോയിൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ അവരെയൊക്കെ നമ്മുടെ ലിങ്കിൽ ഓരോ അക്കൗണ്ടിലും 2 റഫറൽ മസ്റ്റാണ്. ഇല്ലെങ്കിൽ നമ്മുടെ വരുമാനം അവിടെ നിന്ന് പോകും. ഓക്കെ സോണുകളെ, അപ്പോൾ എല്ലാവരെയും ദൈവസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 2.0 വേർഷനിൽ ജോയിൻ ചെയ്തവർ ജനുവരി 15-ാം തീയതി വരെ ശാന്തമായിരിക്കുക. മറ്റുള്ളവരെ ജോയിൻ ചെയ്യിക്കുവാനായിട്ട് ഈ മെസ്സേജുകൾ കൊടുത്ത് അവരെ തയ്യാറാക്കി നിർത്തുക. ജനുവരി 15-ന് ശേഷം നമുക്ക് അവരെ രജിസ്റ്റർ ചെയ്യുവാനും നമ്മുടെ ഗ്രേഡ് അപ്ഗ്രേഡ് ചെയ്യുവാനുമൊക്കെ സാധിക്കും. എല്ലാവരെയും ദൈവസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.